പോലീസിനെ കൈവയ്ക്കുന്നു. അവരും മനുഷ്യന്മാരാണ്. പ്രതിഷേധത്തിനിടെ പോലീസിനെ ബ്ലേഡ് കൊണ്ട് ആക്രമിച്ച SFI ക്രിമിനലുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. SFIയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ ബ്ലേഡ് ആരാണ് കൊണ്ടുവന്നതെന്ന് അന്വേഷിക്കും. സമരം ചെയ്യുന്നിടത്ത് ബ്ലേഡ് പോലുള്ളവ കൊണ്ടുവരുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത മാതൃകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പോലീസുകാരുടെ ശരീരത്തിൽ ബ്ലേഡ് കൊണ്ട് മുറിവേറ്റിരുന്നു. വനിതാ പോലീസുകാരുടെ ശരീരത്തിൽ വരെ മുറിവ്. ഈ വിഷയത്തിൽ കലിതുള്ളുകയായിരുന്നു ആഭ്യന്തരമന്ത്രി. പോലീസുകാരും മനുഷ്യരാണെന്ന് പോലീസ് മന്ത്രി പറഞ്ഞതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. 10 വർഷം മുന്നേ വരെ പോലീസുകാർക്ക് അടിമ പണിയായിരുന്നു. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇപ്പോഴാണ് ഒരാളുണ്ടായതെന്ന് ചർച്ചകൾ നടക്കുന്നു. വിജയ കണ്ടു പഠിക്കതേ, ഇതാണ് ആഭ്യന്തരമന്ത്രിയെന്ന്. പോലീസിന്റെ കൈകൾ കെട്ടിയിട്ട് അവരുടെ പണിയെടുക്കാൻ അവരെ അനുവദിക്കാതെ CPMകാരുടെ അടിമകളാക്കി മാറ്റിയ 10 വർഷമാണ് കഴിഞ്ഞു പോയതെന്ന് ഇപ്പോൾ എല്ലാവരും വ്യക്തമാക്കുന്നു. കാരണം ഇപ്പോഴാണ് ഒരു ആഭ്യന്തര മന്ത്രി ഉണ്ടായതെന്നും മറ്റാരും ആഭ്യന്തര വകുപ്പിന്റെ വളയം പിടിക്കാതെ രമേശ് ചെന്നിത്തല തന്നെയാണ് ആഭ്യന്തര വകുപ്പിന്റെ വളയം പിടിക്കുന്നതെന്നും പിണറായിയെ കുത്തിക്കൊണ്ട് കോൺഗ്രസിന്റെയും UDFന്റെയും സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് മറുപടി. കാരണം മുൻപ് പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ കടിഞ്ഞാൺ P ശശിയുടെയും MR അജിത് കുമാറിന്റെയും ഒക്കെ കൈകളിലായിരുന്നല്ലോ. എന്നാൽ എൻ്റെ വകുപ്പ് ഞാൻ ഭരിച്ചുകൊള്ളാം എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. RCക്ക് കൈയടിക്കട എന്ന് ഇപ്പോൾ വലിയ ആവേശമാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി രമേശ് ചെന്നിത്തല കാണിച്ചു തരുന്ന മാതൃക കൂടിയാണ് നമ്മൾ കാണേണ്ടത്. കാരണം അദ്ദേഹം നിയമസഭയിലും പുറത്തും പോലീസുകാർക്ക് നേരെ ഉണ്ടാകുന്ന വിമർശനങ്ങൾക്ക് അതിനെ നേരിടുന്ന രീതി കൂടി നമ്മളൊന്ന് നോക്കണം. അതുമാത്രമല്ല, ആഭ്യന്തര വകുപ്പിനെതിരെ വിവാദങ്ങൾ വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി കൂടി നമ്മളൊന്ന് പരിശോധിക്കണം. ഇവിടെയാണ് ഒരു ആഭ്യന്തരമന്ത്രി എങ്ങനെ പെരുമാറണമെന്ന് അദ്ദേഹം കാണിച്ചു തരുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭയിലെ ഏറ്റവും വലിയ വിവാദ വിഷയം, അതായത് പ്രതിഷേധക്കാർക്ക് നേരെ ചെളിവെള്ളം ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നല്ലോ. ഒരു കുപ്പിയിൽ വെള്ളവും കൊണ്ടുവന്ന് പിണറായി വിജയൻ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ചെളിവെള്ളമാണ് ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ ഉപയോഗിച്ചത് എന്നുള്ള വലിയ രോദനം മുഴക്കലായിരുന്നല്ലോ. എന്നാൽ ജലപീരങ്കിയിൽ നിന്ന് താഴെ നിലത്ത് വീണ് ചെളിയുമായി കിടന്ന വെള്ളമാണ് ഈ പറയുന്ന CPMകാർ കോരിക്കൊണ്ട് പിണറായി വിജയന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തത് എന്നുള്ളത് മറ്റൊരു വസ്തുത. പക്ഷേ ഈ വിഷയത്തിൽ രമേശ് ചെന്നിത്തല നിയമസഭയിൽ ഇടപെട്ടത് ഏറെ ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, അതായത് ചാടി എഴുന്നേറ്റിട്ട് ഇത് ഞങ്ങളുടെ രക്ഷാപ്രവർത്തനമാണ് എന്നൊന്നും പറയാൻ രമേശ് ചെന്നിത്തല നിന്നില്ല. കാരണം 10 വർഷം മുൻപേ വരെ നമ്മൾ ഇവിടെ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ ഒരു കരിങ്കൊടി വരെ കാണിച്ചവനെ അവൻ്റെ തല തല്ലി പൊളിക്കുന്നതായിരുന്നല്ലോ നമ്മൾ കണ്ടത്. എന്നിട്ട് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ ഒരു ആഭ്യന്തരമന്ത്രിയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു വിവാദം വന്നപ്പോൾ, ആഭ്യന്തര വകുപ്പിന് നേരെ പോലീസിന് നേരെ ഒരു ആരോപണം വന്നപ്പോൾ ആഭ്യന്തരമന്ത്രി എഴുന്നേറ്റ് നിന്ന് ഇത് ഞങ്ങളുടെ രക്ഷാപ്രവർത്തനമാണ്, അങ്ങനെ അങ്ങ് കണ്ടാൽ മതി എന്നുള്ള ധാർഷ്ട്യമല്ല പറഞ്ഞത്. പകരം അദ്ദേഹം ആ വിഷയത്തെ ഇടപെട്ടത്. അദ്ദേഹം പറഞ്ഞത് ഈ വിഷയത്തിൽ ഗൗരവമായ അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയായിരുന്നു. ആ വെള്ളം ലാബിലേക്ക് അയച്ച് പരിശോധന നടത്തും, ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധ ചെലുത്തും എന്നായിരുന്നു ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന രമേശ് ചെന്നിത്തല പറഞ്ഞത്. അതാണ് മാതൃക. പക്ഷെ അതേസമയം പിണറായി വിജയൻ ആയിരുന്നു ഇപ്പോഴും ആഭ്യന്തരമന്ത്രിയെങ്കിൽ എങ്ങനെയായിരിക്കും ഈ വിഷയത്തിൽ ഇടപെടുന്നത്? ഇത് ഞങ്ങളുടെ രക്ഷാപ്രവർത്തനം, പോലീസുകാര് ഇനിയിപ്പോൾ പ്യൂരിഫൈഡ് വാട്ടർ കൊണ്ടുവന്ന് ജലപീരങ്കിയിൽ നിറച്ച് നിങ്ങളുടെ നേർക്ക് അടിക്കണോ എന്നൊക്കെ വേണമെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞേനെ. പക്ഷെ അതൊന്നും പറയാൻ രമേശ് ചെന്നിത്തല നിന്നില്ല. അദ്ദേഹം ആ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തി നിയമസഭയിൽ കൃത്യമായ മറുപടിയും കൊടുത്തു. ഇന്നിപ്പോൾ പോലീസുകാർക്ക് നേരെ അതിക്രൂരമായ ആക്രമണം നടന്നപ്പോഴും അദ്ദേഹം കൃത്യമായ ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. പോലീസിനെ കൈവയ്ക്കുന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. പോലീസും മനുഷ്യന്മാരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പിണറായി വിജയന്റെ കാലത്ത് പോലീസുകാർക്ക് ഇങ്ങനെ ഒരു ഡിഗ്നിറ്റി ഉണ്ടായിരുന്നോ? അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. പിണറായി വിജയൻ മൈക്ക് കിട്ടുമ്പോൾ ഗീർവാണം അടിക്കുന്ന ഒരേ ഒരു കാര്യം പോലീസുകാരുടെ പക്ഷം നിന്ന് പറയുന്നത് ഇന്ത്യയിലെ നമ്പർ 1 പോലീസാണ്, ഇന്ത്യയിലെ നമ്പർ 1 പോലീസാണ് കേരള പോലീസ് എന്നായിരുന്നു. പക്ഷേ ആ പോലീസുകാരെ ഒരു അടിമകളെ പോലെ കൊണ്ടു നടന്ന ചരിത്രവും കൂടിയാണ് 10 വർഷം നമുക്ക് പറയാനുള്ളത്. ഇട്ടിരിക്കുന്ന യൂണിഫോമിനോട് പോലും ഒരു വിലയും കാണിക്കാതെ പോലീസ് മന്ത്രി അവരെ അവഹേളിക്കുന്ന എത്രയോ സമീപനങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തിനേറെ SFI DYFI പ്രതിഷേധം തന്നെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. പ്രതിഷേധം നടക്കുമ്പോൾ പോലീസുകാരെ അവരുടെ ലാത്തി പിടിച്ചു മേടിച്ച് പോലീസുകാരെ തിരിച്ചടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഈ SFI ഗുണ്ടകൾ
കേരള സർവകലാശാലയിൽ വലിയ സമരം നടന്നപ്പോൾ അന്ന് ഈ പോലീസുകാരെ തിരിച്ചടിക്കുന്ന SFIക്കാരെ നമ്മൾ കണ്ടതായിരുന്നു. അന്ന് ഇവിടുത്തെ പോലീസ് മന്ത്രി ഒരക്ഷരം ആ വിഷയത്തിൽ പ്രതികരിച്ചില്ല. അന്ന് ഈ പോലീസുകാർക്ക് വേണ്ടി ഒരു അക്ഷരം സംസാരിക്കാനും പോലീസ് മന്ത്രിയെ കണ്ടില്ല. മുതിർന്ന ഉദ്യോഗസ്ഥർ അന്ന് നടന്ന ഒരു സംഭവം ഓർക്കണം. അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത്, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലത്ത് കേരള സർവകലാശാലയിൽ നടന്ന വലിയ പ്രതിഷേധം, ചാൻസലർക്കെതിരെ സമരം നടന്നപ്പോൾ ഇരച്ചു കയറിയ SFI DYFIക്കാരെ തടയാൻ പോലും കഴിയാനാകാത്ത വിധം പോലീസിൽ നിന്ന് വിയർക്കുന്നത് നമ്മൾ കണ്ടു. എന്നിട്ട് തടയാൻ ഒരു കൂട്ടം പോലീസ് ഈ SFIക്കാർക്ക് നേരെ ചെല്ലുമ്പോൾ SFIക്കാർ പോലീസിന്റെ ലാത്തി പിടിച്ചു മേടിച്ച് അവരെ തല്ലിച്ചതയ്ക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത്. അങ്ങനെ പോലീസുകാരെ തല്ലിയ ഈ SFI ഗുണ്ടകളെ പോലീസ് ജീപ്പിലേക്ക് കൊണ്ടുപോകാൻ ചെല്ലുമ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ ഓടിയെത്തി അവരെ രക്ഷിച്ചു കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു. അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു 10 വർഷക്കാലം നമ്മൾ കണ്ടത്. മറ്റൊരു കാര്യം, ഈ PP ദിവ്യയെ പോലെ ഉള്ളവർക്ക് മുന്നിൽ തലയും കുനിച്ച് ഓച്ചാനിച്ച് നിൽക്കുന്ന പോലീസുകാരെയും നമ്മൾ കണ്ടല്ലോ. അതായത് അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ പോലീസുകാർക്ക് അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, പാർട്ടി ആഫീസിൽ നിന്ന് ഉത്തരവ് കൊടുക്കുന്നില്ല. അങ്ങനെ എത്രയോ തവണ കോടതികളിൽ പോയി തലയും കുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഈ പോലീസുകാർക്ക്. ഇതുകൂടാതെ PP ദിവ്യയ്ക്ക് സുരക്ഷ കൊടുക്കാനും PP ദിവ്യ ഒളിവിലാണെന്ന് പറഞ്ഞിട്ട് PP ദിവ്യയ്ക്ക് കാവലിരിക്കാനും നിൽക്കുന്ന പോലീസുകാരെയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഒരു ഡിഗ്നിറ്റിയും ഇല്ലാതെ ഇട്ടിരിക്കുന്ന യൂണിഫോമിനോട് ചിലപ്പോൾ ഒരുപക്ഷെ പുച്ഛം വരെ തോന്നുന്ന പോലീസുകാരുണ്ടായിരുന്നിരിക്കാം ആ കാലത്ത്. അവിടെ നിന്നാണ് ഇപ്പോൾ അവർക്ക് ഒരു പുതു ഊർജം കിട്ടിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. അങ്ങനെ തന്നെ ആ വാക്ക് പ്രയോഗിക്കണം. കാരണം ഇന്നിപ്പോൾ അവർ MR അജിത് കുമാറിനെ പോലെയുള്ള പോലീസുകാർക്കെതിരെ മൊഴി കൊടുക്കാൻ വരെ തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വസ്തുത. പക്ഷേ പിണറായി വിജയനായിരുന്നു ഇപ്പോഴും ഇവിടെ ഭരിച്ചിരുന്നതെങ്കിൽ ഈ പറയുന്ന പോലീസുകാർ MR അജിത് കുമാറിനെതിരെയൊക്കെ സംസാരിക്കാൻ ഇപ്പോഴും ഭയക്കുമായിരുന്നു. എന്നാൽ ആലപ്പുഴയിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിൽ MR അജിത് കുമാർ കേസ് ഡയറി തിരുത്തിയ വിവരം ഉൾപ്പെടെ പുറത്തേക്ക് വരുമ്പോൾ, ഷൗക്കത്ത് അലി MR അജിത് കുമാറിന്റെ പേരുൾപ്പെടെ റിപ്പോർട്ടിൽ എഴുതി ചേർക്കുമ്പോൾ പോലീസുകാർ MR അജിത് കുമാറിനെതിരെ മൊഴി കൊടുക്കാൻ വരെ തയ്യാറാകുന്നു, താഴെ തട്ടിലുള്ള പോലീസുകാർ വരെ. പക്ഷേ മുൻപായിരുന്നെങ്കിൽ അവർക്കൊക്കെ MR അജിത് കുമാറിനെയൊക്കെ ഒരു ഭയമായിരുന്നു. പോലീസിൽ ഇപ്പോഴും CPMന്റെ ഒരു കൂട്ടം ശിങ്കിടികൾ ഉണ്ടല്ലോ. അവർ ഇതുപോലെ അവരായിരുന്നു 10 വർഷക്കാലം ഭരണം. പോലീസ് മേധാവി ഇവിടെ പേരിന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. MR അജിത് കുമാറും മറ്റു കുറച്ചധികം ശിങ്കിടികളുമായിരുന്നു ഇവിടെ ഭരണം കൈയാളിയിരുന്നത്.